അസ്സലാമലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരെ പോലെ തന്നെ എൻ്റെ ഒന്ന് റംസാൻ റൂട്ടീനാണ് കേട്ടോ. കാരണം നടിക്കലും പെറുക്കലും ഒക്കെ ഉണ്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വിചാരിച്ച മാതിരി അൽഹംദുലില്ലാഹ് എനിക്കും റെഡിയാക്കാൻ പറ്റി. അപ്പോൾ ഇത് കസൂരി മേത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് അടുപ്പത്ത് വെച്ച് പാനിലിട്ട് ഒന്ന് ചൂടാക്കി. പാനൊന്ന് ചൂടായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇത് ഇടുമ്പോൾ തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ കൈ കൊണ്ടൊന്ന് തിരുമ്മുക കേട്ടോ. ഇത് അങ്ങനെ മിക്സിയിലൊന്നും പൊടിക്കേണ്ട കാര്യമല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ കൈ കൊണ്ട് തിരുമ്പുമ്പോൾ തന്നെ നന്നായിട്ട് ക്രഷ് ആയിട്ടിരിക്കും. ഒരു ബോട്ടിലിട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും വെക്കലട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല ഡ്രൈ ആക്കി എടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡിയാക്കി വെക്കുക കേട്ടോ. നമ്മൾ റംസാനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരു പ്രത്യേക ഒരു ആവേശമാണ്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ വിചാരിക്കും പിന്നാക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷേ റംസാനിക്ക് ഇതൊരു ഇതല്ലേ. പിന്നെ എല്ലാ പാത്രങ്ങളും എടുത്ത് റെഡിയാക്കിയിട്ട് ആദ്യം വിചാരിച്ചിരുന്നു ഞാൻ കേട്ടോ. എനിക്ക് ഇത്തിരി വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച മാതിരി തന്നെ എനിക്ക് തൃപ്തിയാവണമെങ്കിൽ എനിക്ക് ഫുള്ള് റെഡിയാക്കണം കേട്ടോ. ഒരുവിധമൊക്കെ ഞാൻ കുറച്ച് ഭാഗം അതിലിട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുരുമുളക്, അതുപോലെ ചെറിയ ജീരകം, വലിയ ജീരകമൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ റംസാനിക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം നമ്മൾ ഇബാദത്തുകൾ ചെയ്യണമൊക്കെയാണ്. പക്ഷേ ഇതും ഒരു ഇബാദത്ത് തന്നെയാണ് കേട്ടോ. നമ്മളെ കൂട്ടത്തിനായാലും കുടുംബത്തിനായാലും നമ്മളെ വീട്ടിലേക്ക് നോമ്പേർക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് ഒക്കെ നമ്മൾ ഹൈജീനിക്കായിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളത് നമ്മളിതുപോലുള്ള കാര്യങ്ങൾ എന്ന് ചെയ്യണം നല്ലത് തന്നെയാണ് കേട്ടോ. റംസാനിക്ക് പ്രത്യേകിച്ച് എല്ലാത്തിനും 70,000 കൂലിയുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ ചീത്ത ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഓപ്പോസിറ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ പുറമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരം, നോമ്പ്, അതുപോലെ നമ്മൾ സക്കാത്ത്, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സ് ക്ലിയർ ആക്കുക. എന്നും എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന പോലെ തന്നെ മനസ്സ് ക്ലിയർ ആക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് ആരെന്ത് പറയുകയാണെങ്കിലും നമ്മളത് റഹ്മാനായ റബ്ബിനെ നമ്മൾ വിട്ടുകൊടുക്കുക. കാരണം എല്ലാ രഹസ്യങ്ങളും അറിയുന്ന റബ്ബാണ്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണം അല്ലാഹ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആരും എന്ത് പറഞ്ഞാലും അതിലൊരു കഴമ്പില്ല നമ്മൾ വിചാരിക്കുക. നമ്മൾ സത്യസന്ധമായിട്ടും നമ്മൾ നന്നായിട്ട് ജീവിക്കുക, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ട് ജീവിക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടു കൂടെ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അള്ളാഹു അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പം അധികം ഉണ്ടാക്കാം കേട്ടോ. നല്ലൊരു കൃഷിയാണ് കേട്ടോ കുറ്റിക്കുരുമുളക്. നമ്മളെ വീട്ടിലത്തെ അത്യാവശ്യം കാര്യങ്ങൾക്ക് നമുക്ക് കുരുമുളക് പറിക്കാനുള്ള ഒരിതാണ്. അപ്പോൾ അത് ചിപ്പിക്കുട്ടൻ പറിച്ചെടുക്കണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വരാം. പിന്നെ നമ്മൾ ചില ആളുകളൊക്കെ ചോദിക്കും എന്നോട്, കുറേ ആളുകൾ എന്നെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു അമവാത്തിൻ്റെ പിന്നെ ഇഷ്യൂസൊക്കെ ഉള്ള ആളുകൾ എന്നെ ഫോൺ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് നമുക്ക് എതിരിടുന്ന ആളുകളോട് എങ്ങനെയാണ്. പക്ഷേ നമ്മൾ എതിരിടുന്ന ആളുകളോട് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എതിരാളികൾ ഉണ്ടാവില്ല. അതാണ്. പിന്നെ മനസ്സുകൊണ്ട് എതിരാളികളുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് മുണ്ടിയാലും അല്ലെങ്കിൽ നമ്മൾ പെരുമാറിയാലും ഇങ്ങോട്ടൊരു റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യുക, റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മൾ കൂടുതൽ അവർക്ക് നല്ല തെറ്റിദ്ധാരണകളൊക്കെ മാറാനും അവർക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും എല്ലാം മനസ്സിലാവണം റബ്ബിനോട് നമ്മൾ തവക്കൽ ചെയ്യുക. അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ഏറ്റവും വലുത്. നമ്മളെ കൊണ്ട് ഒരാളും ഒരിക്കലും കണ്ണിൽ നിന്നൊരു വെള്ളം വരുന്ന ഒരവസ്ഥയിലെ മനസ്സല്ലോ അവർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഒരാൾ രാത്രി കിടക്കുമ്പോഴോ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദുആ ചെയ്യൊന്നും വേണ്ട ഒരാൾ കേട്ടോ. നമ്മൾ ചെറുതായിട്ട് പോലും ഒരാളെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളൊന്ന് ആലോചിച്ചാൽ മതി. അയ്യോ ഇന്ന അവരിങ്ങനെ ദ്രോഹിച്ചല്ലോ എന്ന് മാത്രം ഒന്ന് മനസ്സ് വേദനിച്ചാൽ മാത്രം നമുക്കതിനുള്ള ഒരുപാട് കുറ്റങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ബോട്ടിലാക്കിയിട്ട് അതിൻ്റെ തിരക്കിൽ അപ്പോൾ കുറച്ച് ജ്യൂസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന മാതിരി തന്നെ കുറച്ച് കട്ട്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഇതിൻ്റെ ഈ വീഡിയോയിലില്ല, എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. പിന്നെ ഞാൻ അമവാത്തിൻ്റെ ഒന്നും ഞാൻ ആരോട് സംസാരിക്കില്ല. എനിക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും സംസാരിക്കാത്തത്. അപ്പോൾ ഞാൻ അതിനുള്ള ഒരുപാട് എനിക്കിപ്പോൾ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൽ കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഈ കാലിൻ്റെ വേദന അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിലായിട്ട് ഇടും കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ചെറിയ വീഡിയോസ് ഇട്ടിട്ട് ഒതുക്കലാണ്. അപ്പോൾ കാരണം അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഈ നോമ്പിൻ്റെ പണി എനിക്ക് ഏകദേശം ഒരു മാസത്തോളം വയ്യാതായി. അപ്പോൾ ഒരുവിധമൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കേണ്ട. കുട്ടികൾ സഹായിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ജിനും ചിപ്പും എല്ലാവരും സഹായിക്കാനുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് ഞങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല ചെയ്യുന്നത്.
അപ്പോൾ അതാ പാത്രങ്ങളും എല്ലാം റെഡിയാക്കി ഡബ്ബകളൊക്കെ കഴുകി അതിലൊക്കെ ഓരോ എന്നൊക്കെ പൊടികളും കടയിൽ നിന്ന് കൊണ്ടുവന്നതും എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ അടുക്കി പെറുക്കി വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ അലർജി ഇഷ്യൂസൊക്കെ ഉള്ള കാരണം നമ്മൾ നന്നായിട്ട് മുഖമൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇത് ചില്ലുവിൻ്റെ നാത്തുവിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നേ നാത്തുവിൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ഡ്രൈ പിന്നെ ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവർ കൊണ്ടുവന്ന് തന്നതാണ്. ഇതിലൊരുപാട് സാധനങ്ങളുണ്ട്, ഓരോ വാപ്പ കൊടുത്തു വിട്ടതും അതുപോലെ അപ്പുറത്തെ കൊച്ചാപ്പി അവർ ഉംറക്ക് പോയി വന്ന ആ ഒരു കിറ്റ് ഓഹരിയൊക്കെ നമുക്കുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും വലുത്. കാരണം കുഞ്ഞു കാര്യങ്ങൾ ഒരു ഈന്തപ്പഴത്തിന് ആരെങ്കിലും കൊടുത്താൽ പോലും ചില്ലുവിൻ്റെ ഉമ്മ അതുപോലെ വാവാൻ്റെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് വലിയൊരാളാണ് എന്നുള്ള നിലയിൽ എന്തായാലും അവരാ ഒരു ഇതിൽ നമ്മളെ ഉൾപ്പെടുത്തിട്ടോ. എൻ്റെ മരുമക്കൾ കേട്ടോ എല്ലാവരും വീട്ടിൽ നിന്ന് 3 മക്കളെ വീട്ടിൽ നിന്നായാലും നമ്മളെ ഭയങ്കര കാര്യത്തിൽ അവർ പെടുത്തും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ചെറിയൊരു കുഞ്ഞു പങ്കാണെങ്കിൽ നമുക്കത് കിട്ടുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ. കാരണം നമ്മൾ കഴിക്കായിട്ടൊന്നുമല്ല. സംസം വെള്ളം അതുപോലെ തന്നെ ഈത്തപ്പഴം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അവരെ പിന്നെ കോടാലി തൈലം ഈ പിന്നെ എന്താ പോലെ പിന്നെ ടൈഗർ ബാം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ അത്യാവശ്യം എല്ലാതും വാവുള്ള കാരണം നമുക്കൊന്നിനും ആവശ്യമില്ല എങ്കിലും നമുക്ക് അവരെല്ലാം കൊടുത്തു വിടും. പിന്നെ അതിൻ്റെ ഇടയിൽ റിലയൻസിലൊന്ന് പോയിട്ടോ കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ 30 നോമ്പും നന്നായിട്ട് തന്നെ നല്ല ഈമാനോട് തഖ്വയോട് കൂടിയിട്ട് തന്നെ നമുക്കിത് നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ഒരു ജലദോഷം പോലും നമ്മളെ ഈ ഒരു റമദാനിന് ബുദ്ധിമുട്ടിക്കരുതേ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ദുആ ചെയ്യും. അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും ദുആ ചെയ്യണം. എല്ലാവർക്കും ഉണ്ടാവും ചെറുതും വലുതുമായിട്ടുള്ള രഹസ്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും ഉണ്ടാവും കേട്ടോ. കടങ്ങളും അങ്ങനെ ഒരുപാട് രോഗങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റമദാനിൻ്റെ ഹക്ക് കൊണ്ടും അതുപോലെ തന്നെ പ്രാർത്ഥനകൾ കൊണ്ടും ഖുർആൻ ഇറങ്ങിയ ഒരു പരിശുദ്ധമായൊരു റമദാൻ എത്ര നമുക്ക് വിശേഷിക്കപ്പെടാൻ പറ്റൂല. അത്രമാത്രം വിശേഷങ്ങളുള്ളൊരു റമദാൻ മാസത്തിൽ നമ്മളെല്ലാ ദുആകളും അല്ലാഹ് കബൂലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇനി എല്ലാവരോടും പറയാനുള്ളൂ. ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാ മതവിശ്വാസികൾക്കും കേട്ടോ, എല്ലാ ഇസ്ലാമികമായിട്ടുള്ള മതവിശ്വാസികൾക്കും പിന്നെ എല്ലാവർക്കും കേട്ടോ, എല്ലാ